വചനലോകത്തിലേക്ക് നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തൻ്റെ ദാസൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവ എന്ന വിഷയമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ, തൻ്റെ ദാസൻ്റെ ശ്രേയസിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവൻ എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. സങ്കീർത്തനം 35 27 KJV വേർഷനിൽ തൻ്റെ ദാസൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ദൈവം തൻ്റെ കുഞ്ഞുങ്ങളുടെ സമൃദ്ധിയിൽ മാത്രം പ്രസാദിക്കുന്ന ദൈവത്തെയാണ് ബൈബിൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കൊരു മകനുണ്ടെങ്കിൽ ആ മകൻ ശാരീരികമായി, മാനസികമായി, ആത്മീയമായി, ഭൗതികമായി, വിദ്യാഭ്യാസപരമായി, സാമ്പത്തികമായി, അങ്ങനെ സമസ്ത മേഖലകളിലും ഉയർന്നു വരുമ്പോഴാണ് നാം അവനിൽ പ്രസാദിക്കുന്നത്. അവൻ നമ്മുടെ മാതാപിതാക്കളുടെ ഉപദേശം വിട്ട്, ദൈവത്തിൻ്റെ കൽപ്പന വിട്ട്, ദൈവവചനം ധിക്കരിച്ച് അവൻ തോന്നിയ വഴിയിൽ നടന്ന് വിദ്യാഭ്യാസത്തിൽ താഴ്ചയിലേക്ക് വരുമ്പോൾ, അവൻ്റെ ആരോഗ്യത്തിൽ, സാമ്പത്തികമായി, സാമൂഹികപരമായി, സാംസ്കാരികപരമായി എല്ലാ മേഖലകളിലും അവൻ താഴ്ന്നു കിടക്കുമ്പോൾ ഒരു പിതാവും ഒരു മാതാവും അവനിൽ പ്രസാദിക്കത്തില്ല. അവന് മാതാപിതാക്കൾ ഒരുക്കി കൊടുത്ത അവസരങ്ങൾ ഉപയോഗിച്ച് വിദ്യാഭ്യാസപരമായി ഉയർന്നു വരുമ്പോൾ, സാമ്പത്തികമായി ഉയർന്നു വരുമ്പോൾ, കുടുംബപരമായി കുടുംബജീവിതത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിലാണ് ഒരു ദോഷിയായ മാതാവും പിതാവും പ്രസാദിക്കുന്നത്. എന്നതുപോലെ തന്നെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് കീഴ്പോട്ട് പോകുവാനല്ല, ദാരിദ്ര്യത്തിൽ ജീവിക്കുവാനല്ല. 1 പത്രോസിൻ്റെ ലേഖനം 3-9 പറയുന്നു, ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിപ്പാനാണ്. സ്വർഗത്തിലെ പിതാവ് നമ്മെ വിളിച്ചിരിക്കുന്നത് തൻ്റെ അനുഗ്രഹം അനുഭവിപ്പാനാണ്. ആ വിളിയും നാം മനസ്സിലാക്കി ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ദൈവം പ്രദാനം ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിച്ച് ആ അനുഗ്രഹത്തിൽ ഈ ഭൂമിയിൽ വാഴുവാനാണ്. യഹോവയെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം വരുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ ദൈവത്തിൻ്റെ ആശയത്തോട് ചേർന്ന് നിന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൈപ്പറ്റി സ്വീകരിച്ച്, നന്മകൾ സ്വീകരിച്ച് ഉയർച്ചയിൽ വാഴുമ്പോഴാണ് ദൈവത്തിന് നമ്മിൽ പ്രസാദം ഉണ്ടാകുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് അനുഗ്രഹം അനുഭവിപ്പാനാണ്. തൻ്റെ ദാസൻ്റെ ശ്രേയസ്സിൽ, നമ്മുടെ ഉയർച്ചയിൽ, നമ്മൾ സാമ്പത്തികമായും ഉയർന്നു വരുമ്പോൾ നമ്മുടെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന ദൈവത്തെയാണ് ദാവീദ് ഇവിടെ പരിചയപ്പെടുന്നത്. എൻ്റെ നീതിയിൽ പ്രസാദിക്കുന്നവർ ഘോഷിച്ചാനന്ദിക്കട്ടെ, തൻ്റെ ദാസൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്ന് എന്നിങ്ങനെ അവർ എപ്പോഴും പറയട്ടെ. അതെ, ദാവീദിൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവയാണ് ദാവീദ് ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ദാവീദ് വളരെ ദാരിദ്ര്യത്തിൽ കടന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ആടുകളെ മേയിച്ചുകൊണ്ട് ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തി വളരെ ദയനീയാവസ്ഥയിൽ കിടന്നു. എന്നാൽ ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും താൻ മനസ്സിലാക്കിയപ്പോൾ ആ ദൈവം എന്തിനെ വിളിച്ചിരിക്കുന്നു, ഏത് ഉദ്ദേശത്തോടു കൂടി വിളിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ദൈവത്തിൻ്റെ ഹിതത്തിന് തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അല്ല, എനിക്കിതൊന്നും വേണ്ട, ഞാനിങ്ങനെ സാധാരണ പാവപ്പെട്ടവനായി ആടിനെയൊക്കെ മേയിച്ച് സാധാരണ ജീവിതമൊക്കെ നയിച്ച് ഇങ്ങനെ ജീവിച്ചു കൊള്ളാം, ഇതാണ് യഥാർത്ഥ ഭക്തി, ഞാനിങ്ങനെയൊക്കെ വെള്ളത്തിലെ ആമ്പൽ പോലും മുങ്ങിയും പൊങ്ങിയും താന്നും ഉയർന്നും ഒക്കെ ജീവിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് വ്യർത്ഥ ഭക്തി കാണിച്ചില്ല ദാവീദ് ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് കേവലം ഒരു സാധാരണ കുടുംബത്തിൽ കിടന്ന് ആത്മീയത നയിക്കുവാൻ വേണ്ടിയല്ല. എന്നെ ദൈവം വിളിച്ചിരിക്കുന്നത് രാജകൊട്ടാരത്തിലേക്ക് ഉയർന്നു വരുവാനാണ്. എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ആടുകളെ മേയ്ക്കാനല്ല, അതിൽ നിന്ന് ഒരു രാജസ്ഥാനത്തേക്കാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ഇല്ലായ്മയിൽ ജീവിക്കുവാനല്ല എൻ്റെ ദൈവം വിളിച്ചിരിക്കുന്നത്. കടം വാങ്ങിച്ചു, അവിടുന്നും ഇവിടുന്നും കടം വാങ്ങിച്ച് ചിലർക്കൊക്കെ തിരിച്ചു കൊടുത്തു, ചിലർക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ പരമദരിദ്രനായി ജീവിച്ച് ഭക്തിയുടെ കപടമുഖം കാണിച്ച് ജീവിക്കുവാൻ വേണ്ടിയല്ല ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത്. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് സമ്പൽ സമൃദ്ധിയിൽ ജീവിക്കാനാണ്, പ്രോസ്പെരിറ്റിയിൽ ജീവിക്കാനാണെന്ന് മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തിൻ്റെ ഹിതത്തിന്, ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ദാവീദിൻ്റെ അവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണമേ പ്രിയ മക്കളെ. ദാവീദ് ദൈവം ആഗ്രഹിച്ച നിലയിലേക്ക് ഉയർന്നു വന്നപ്പോൾ, അദ്ദേഹം രാജസ്ഥാനത്തേക്ക് ഉയർന്നു വന്നപ്പോൾ, വിശ്വാസത്തിൽ വിശുദ്ധിയിൽ ഉയർന്നു വന്നപ്പോൾ, സാമ്പത്തികമായി ഉയർന്നു വന്നപ്പോൾ, അധികാരത്തിൽ ഉയർന്നു വന്നപ്പോൾ, താൻ സകല മേഖലകളിലും പ്രോസ്പെരിറ്റിയിൽ ഉയർന്നു വന്നപ്പോൾ തന്നിൽ പ്രസാദിച്ച ദൈവത്തെയാണ് ദാവീദ് ഈ വാക്യത്തിൽ കൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മെ വിളിക്കുന്നത് തൻ്റെ അനുഗ്രഹം അനുഭവിപ്പാനാണ്.
ദൈവം നേരിട്ട് അബ്രഹാമിനോട് സുവിശേഷം അറിയിക്കുമ്പോൾ ആ സുവിശേഷത്തിൽ ഒരിടത്തു പോലും ദാരിദ്ര്യം കടന്നുകൂടിയിട്ടില്ല. ഉൽപ്പത്തി പുസ്തകം 12 അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം ദൈവം അബ്രഹാമിനോട് അറിയിക്കുന്ന സത്യസുവിശേഷമാണ്. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തതെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഒന്നാമത്തെ അനുഗ്രഹം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഞാൻ നിന്നെ ചെറിയ ജാതി ആക്കുമെന്നല്ല പറഞ്ഞത്, അല്ലെങ്കിൽ നീ ഒരു ചെറിയവനായി കിടക്കുക എന്നല്ല ദൈവം പറഞ്ഞത്. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും. നിന്റെ പേര് ആരും അറിയാതെ ഒതുങ്ങിക്കൂടുവാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്, നിന്റെ പേർ വലുതാക്കും എന്ന് ദൈവം അബ്രഹാമിന് രണ്ടാമത്തെ അനുഗ്രഹം കൊടുക്കുകയാണ്. നീ ഒരു അനുഗ്രഹമായിരിക്കും. അതേ അബ്രഹാമിനോട് ദൈവം പറയുന്നു, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. ഈ 3 വാക്യത്തിൽ എവിടാണ് ദൈവം ദാരിദ്ര്യം പറഞ്ഞത്? ദാരിദ്ര്യം മനുഷ്യ സൃഷ്ടിയാണ്. സുവിശേഷം എന്ന് പറഞ്ഞാൽ സദ്വർത്തമാനമാണ്. ഒരു രോഗിക്ക് എന്താണ് സദ്വർത്തമാനം? സൗഖ്യമാണ്. ഒരു ബന്ധിതന് എന്താണ് സദ്വർത്തമാനം? വിടുതലാണ്. ഒരു ദരിദ്രൻ എന്താണ് സദ്വർത്തമാനം? സമ്പന്നതയാണ്. ഒരു ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നവർക്ക് സദ്വർത്തമാനം ആ ദുഃഖത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്, ഒരു സന്തോഷമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, സുവിശേഷം എന്നുള്ളത് ഗുഡ് ന്യൂസാണ്. നമുക്ക് സുവിശേഷം ഗുഡ് ന്യൂസായി മാറുന്നത് എപ്പോഴാണ്? ഞാൻ അനുഭവിക്കുന്ന, നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിൽ നിന്ന് പൂർണ്ണമായി ഒരു വിടുതൽ ലഭിക്കുമ്പോഴാണ്. ഇതാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്ന സുവിശേഷം. രോഗിയോട്, നീ എങ്ങനെ രോഗിയായി കിടന്ന് മരിച്ചുകൊള്ളുക, അങ്ങനെ നിനക്ക് സ്വർഗരാജ്യം കിട്ടുമെന്നല്ല സുവിശേഷം പറയുന്നത്. സുവിശേഷം ഗുഡ് ന്യൂസാണ്, നല്ല വാർത്തയാണ്. രോഗിക്ക് ഗുഡ് ന്യൂസ്, സൗഖ്യമാണ്. കർത്താവ് ഇവിടെ നേരിട്ട് അബ്രഹാമിനോട് സുവിശേഷം പറയുമ്പോൾ ഒരിടത്തു പോലും ദാരിദ്ര്യം പറഞ്ഞിട്ടില്ല. അതും മനുഷ്യ സൃഷ്ടിയാണ് ദാരിദ്ര്യം. സുവിശേഷം ഗുഡ് ന്യൂസാണ്. ദൈവത്തിന്റെ പ്രത്യക്ഷതകളെല്ലാം നോക്കുക. സമൃദ്ധിയുടെ സ്വരൂപമായിട്ടാണ് ദൈവം എവിടെയും പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ദൈവം ഒരിക്കലും ഒരു ദാരിദ്ര്യ സങ്കല്പത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല. ദൈവത്തിൻ്റെ എല്ലാ പ്രത്യക്ഷതകളും നമ്മൾ കാണുമ്പോൾ ദൈവം സമൃദ്ധിയുടെ പ്രത്യക്ഷതയാണ്, അല്ലെങ്കിൽ സമൃദ്ധിയുടെ സ്വരൂപമായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവം വസിക്കുന്ന സ്വർഗത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ തിരുവീതി പോലും സ്വർണം കൊണ്ടാണ്. അവിടെ മുഴുവൻ സമൃദ്ധിയുടെ പ്രതീകമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ നമ്മൾ നോക്കുക, എവിടാണ് ദാരിദ്ര്യമുള്ളത്? ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൽ മുഴുവൻ സമൃദ്ധിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നമുക്ക് അല്പം വെള്ളമേ വേണ്ടു, എന്നാൽ 4-3 ഇവിടെ വെള്ളം സൃഷ്ടിച്ചിരിക്കുകയാണ്. നമുക്ക് അല്പമേ വായു വേണ്ടു, എന്നാൽ തലമുറയായി ശ്വസിച്ചാലും തീരാത്ത അത്രമാത്രം വായു ദൈവം സമൃദ്ധിയോടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. നമുക്ക് അല്പമേ പ്രകാശം വേണ്ടു, നമ്മുടെ തലമുറകൾ അനുഭവിച്ചാൽ പോലും തീരാത്ത അത്രമാത്രം പ്രകാശം ഇവിടെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവത്തിലേക്ക് നോക്കുമ്പോൾ ദൈവം സമൃദ്ധിയുടെ സ്വരൂപമായിട്ടാണ് എല്ലാ പ്രത്യക്ഷതകളും കൊടുത്തിരിക്കുന്നത്. ദൈവം വസിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്ക് നോക്കുമ്പോഴും അവിടെ നമുക്ക് സമൃദ്ധിയുടെ പ്രതിരൂപങ്ങളാണ് കാണാൻ പറ്റുന്നത്. സമൃദ്ധിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ദൈവത്തിന്റെ സൃഷ്ടിപ്പിലും നമുക്ക് കാണാൻ പറ്റുന്നത് സമൃദ്ധിയാണ്. ദൈവം വസിക്കുന്നതോ, ദൈവത്തിന്റെ സൃഷ്ടിപ്പും സമൃദ്ധിയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ദൈവം ഞാനും നിങ്ങളും സമൃദ്ധിയിൽ വാഴുവാൻ, സമൃദ്ധിയിൽ വസിപ്പാൻ, സമൃദ്ധിയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മോട് അറിയിച്ച സുവിശേഷം സമൃദ്ധിയുടെ സുവിശേഷമാണ്. ദൈവം നമ്മോട് അറിയിച്ച സുവിശേഷം സൗഖ്യത്തിന്റെ സുവിശേഷമാണ്, വിടുതലിന്റെ സുവിശേഷമാണ്, ഉദ്ധാരണത്തിന്റെ സുവിശേഷമാണ്. നരകത്തിൽ നിന്ന് നിനക്ക് സ്വാതന്ത്ര്യം കിട്ടുമെന്നുള്ള സുവിശേഷമാണ്. രോഗത്തിൽ നിനക്ക് സൗഖ്യം കിട്ടുമെന്നുള്ള സുവിശേഷമാണ്. നീ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്നുള്ള സുവിശേഷമാണ്. രക്ഷയുടെ സന്ദേശമാണ് സുവിശേഷം. ഗുഡ് ന്യൂസ് ആണ്. ഒരു വ്യക്തി ഒരു രോഗിയുടെ അടുക്കൽ വന്നിട്ട് അവൻ നശിച്ചു പോകും, ഈ രോഗത്തോടു കൂടി നീ തീർന്നു പോകുമെന്ന് പറയുന്നെങ്കിൽ അത് സുവിശേഷമല്ല. ഒരു ബന്ധിതന്റെ അടുക്കൽ വന്നിട്ട് നിന്നെ ബന്ധിച്ചിട്ടിരിക്കുന്നത് നിന്റെ കുടുംബക്കാരാണ്, അല്ലെങ്കിൽ അവരാണ് ഇവരാണ് എന്ന് പറഞ്ഞ് അവനെ കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്തുന്നെങ്കിൽ ചിന്തിച്ചോളണം, അതൊന്നും സുവിശേഷമല്ല. ആ ബന്ധനത്തിന് സ്വാതന്ത്ര്യം കൊടുക്കാൻ കഴിയുന്നതാണ് സുവിശേഷം. സുവിശേഷം സ്വതന്ത്രമാക്കുന്നതാണ്. സുവിശേഷം തകർന്നവരെ ഉയർത്തുന്നതാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. ദൈവത്തെ സേവിച്ച ചിലരുടെ അനുഭവങ്ങൾ കൂടെ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു.
അബ്രഹാം ദൈവത്തെ സേവിച്ചു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യത്തിൽ അബ്രഹാമിൻ്റെ സമ്പത്തിന് ആ ദേശത്തിന് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞിരുന്നില്ല. അബ്രഹാമിൻ്റെ മാത്രമല്ല, അബ്രഹാം ദൈവത്തിൻ്റെ വിളി കേട്ട് വന്നു. എന്നാൽ അബ്രഹാമിൻ്റെ വിളി കേട്ട് ലോത്തും ഇറങ്ങി പുറപ്പെട്ടു. രണ്ടുപേരുടെയും സമ്പത്ത് കാരണം ആ ദേശത്തിന് അവരുടെ സമ്പത്തിനെ വഹിച്ചു കൂടാത്ത അത്രമാത്രം സമ്പത്ത് കൊണ്ട് ദൈവം അബ്രഹാമിനെയും ലോത്തിനെയും നിറച്ചതായി ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായം 6-ാം വാക്യം നമ്മെ പഠിപ്പിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായം 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിന്റെ ജീവിതാനുഭവത്തെക്കുറിച്ച് അവിടെ പഠിപ്പിക്കുകയാണ്. ഇസഹാക്ക് വർദ്ധിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അതെ, ദൈവത്തെ സേവിച്ച അബ്രഹാമിനെ അനുഗ്രഹിച്ചതുപോലെ തന്നെ അബ്രഹാമിന്റെ പുത്രനായ ഇസഹാക്കിനെയും ദൈവം അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് 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 മഹാധനവാനാക്കി തീർത്തു. അടുത്ത തലമുറയാണ് യാക്കോബ്. യാക്കോബിന്റെ ചരിത്രത്തിലേക്ക് പോകുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം 43-ാം വാക്യത്തിൽ പറയുന്നു, അങ്ങനെ യാക്കോബ് മഹാധനവാനായി തീർന്നു. അബ്രഹാമിനെ മാത്രമല്ല, ഇസ്ഹാക്കിനെ മാത്രമല്ല, യാക്കോബിനെ മാത്രമല്ല, പിന്നെയോ ഇസ്രായേൽ ജനത്തെയും ദൈവം സമൃദ്ധി കൊണ്ട് അനുഗ്രഹിച്ചു. കനാന്യർ അധ്വാനിച്ചുണ്ടാക്കിയത് മുഴുവൻ അവരിൽ നിന്ന് പിടിച്ചു വാങ്ങി ഇസ്രായേൽ മക്കൾക്ക് കൊടുത്ത് ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ച ദൈവമാണ്. ഇയ്യോബിന്റെ ചരിത്രത്തിലേക്ക് നോക്കുക. ഇയ്യോബിനെ ദൈവം പ്രോസ്പെരിറ്റി കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്നു. ഇയ്യോബിൻ്റെ ജീവചരിത്രം 140 വർഷത്തെ ആയുസാണ് ആ മനുഷ്യനുള്ളത്. എന്നാൽ 139 വർഷവും ആ മനുഷ്യൻ അനുഗ്രഹത്തിൽ ജീവിച്ചു. എന്നാൽ ഒരു വർഷം മാത്രം കഷ്ടതയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി. അതിനർത്ഥം എല്ലാ വർഷവും മനുഷ്യന് കഷ്ടത എന്നല്ല. പിന്നെയോ ജീവിതത്തിൻ്റെ അല്പം മാസങ്ങൾ അദ്ദേഹം കഷ്ടതയിൽ കൂടെ കടന്നുപോയെങ്കിലും ജീവിതത്തിൻ്റെ 99% ദൈവം തൻ്റെ പ്രോസ്പെരിറ്റി കൊണ്ട്, ദൈവം തൻ്റെ സമ്പന്നത കൊണ്ട് ഇയ്യോബിനെ അനുഗ്രഹിച്ചു. ബൈബിളിലെ എല്ലാ ചരിത്രങ്ങളും നോക്കിക്കൊള്ളുക. അവിടെ എല്ലാം ദൈവത്തെ സേവിച്ചവർക്ക് സമ്പൽ സമൃദ്ധി കൊണ്ട് ദൈവം അനുഗ്രഹിച്ച ചരിത്രമേ ഉള്ളൂ. വീണ്ടും നമുക്ക് ദാവീദിലേക്ക് വരുമ്പോൾ ദാവീദിനെ ദൈവം സമൃദ്ധി കൊണ്ട് അനുഗ്രഹിച്ച ചരിത്രമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ശലോമോൻ ദൈവത്തോട് ഒരു പ്രാർത്ഥനാ വിഷയമാണ് ചോദിച്ചത്, ദൈവമേ ഈ രാജ്യത്തെ, ഈ ജനത്തെ ഭരിപ്പാനുള്ള ജ്ഞാനം തരണം. എന്നാൽ ദൈവം കൊടുത്തതോ അവൻ ചോദിക്കാത്ത ധനമാഹാത്മ്യം കൊണ്ട് അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ തലമുറയിൽ അവൻ്റെ സമപ്രായക്കാരേക്കാൾ, അവൻ്റെ രാജ്യങ്ങളെക്കാൾ, രാജാക്കന്മാരെക്കാൾ അധികമായി ദൈവം ശലോമോനെ അനുഗ്രഹിച്ചു ഉയർത്തിയിരിക്കുന്നു. എന്താണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്? ദൈവത്തെ സേവിച്ച ഒരുത്തം പോലും കീഴ്പോട്ട് പോയിട്ടില്ല. എന്നാൽ ആരാണ് കീഴ്പോട്ട് പോകുന്നത്? ദൈവത്തെ സേവിച്ചിട്ടും ദൈവം പറഞ്ഞത് വിശ്വസിക്കുവാനോ അംഗീകരിക്കാനോ കഴിയാതെ ദാരിദ്ര്യത്തിൻ്റെ പിന്നാലെ പോകുന്നവർ, ദാരിദ്ര്യമാണ് ദൈവികത എന്ന് മനസ്സിലാക്കി ദാരിദ്ര്യത്തിൻ്റെ പിന്നാലെ പോകുന്നവർ ജീവിതത്തിൽ പരാജയപ്പെടും. മതസങ്കല്പത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ് ദാരിദ്ര്യം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയും, കഷ്ടത കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള ചിന്ത മത പശ്ചാത്തലത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ആശയമാണ്. ഒരിക്കലും അത് ദൈവവചന അടിസ്ഥാനത്തിലുള്ളതല്ല. എന്നാൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഭൂമിയിൽ കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവി, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിനർത്ഥം ഭൂമിയിൽ കഷ്ടമുണ്ട് എന്ന് പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ചിലരത് പഠിപ്പിക്കുന്നുണ്ട്. കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ട്, ഭൂമിയിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, അതുകൊണ്ട് കഷ്ടം അനുഭവിച്ചു കൊള്ളുക, രോഗം അനുഭവിച്ചു കൊള്ളുക, ബുദ്ധിമുട്ട് അനുഭവിച്ചു കൊള്ളുക. ഇതാണ് ദൈവികത. ഇതിൽ കൂടെ മാത്രമേ ദൈവത്തെ കാണാൻ പറ്റൂ എന്ന് തെറ്റായി പഠിപ്പിക്കുന്നു. എന്നാൽ കർത്താവ് പഠിപ്പിച്ച വാക്യം, വചനം വ്യക്തമായി ജനത്തെ പഠിപ്പിക്കുമ്പോൾ, അതിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മൾ മനസ്സിലാക്കി പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ കാര്യങ്ങളാണ് കർത്താവ് പറഞ്ഞു തന്നിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 33-ാം വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ എന്ന നിലയിൽ, ദൈവം മകൻ എന്ന നിലയിൽ, ദൈവ ശുശ്രൂഷകൻ എന്ന നിലയിൽ അനേക കഷ്ടങ്ങളിൽ കൂടെ നമ്മൾ കടന്നു പോകും. ഒരു ജോലി, ആ ജോലിയോടുള്ള ബന്ധത്തിൽ, ഒരു ബിസിനസ്, ആ ബിസിനസ്സോടുള്ള ബന്ധത്തിൽ അനേക ടെൻഷനും കഷ്ടങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ കടന്നു പോയെന്നിരിക്കാം. എന്നാൽ അവിടം കൊണ്ട് നിന്റെ ജീവിതം അവസാനിക്കത്തില്ല. കഷ്ടങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു യേശുവുണ്ട്. യേശു കഷ്ടങ്ങളെ ജയിച്ചതുപോലെ നീയും ഞാനും നിങ്ങളും എല്ലാവരും കഷ്ടങ്ങളിൽ നിന്ന് ജയിക്കുമെന്നാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. ഒരിക്കലും കഷ്ടത കൊണ്ട് നമ്മുടെ ജീവിതം പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ പിതാവ് അനുവദിക്കത്തില്ല. നമ്മെ ആ കഷ്ടതയിൽ നിന്ന് ഉദ്ധരിക്കുന്നവനാണ്
കർത്താവ്. രോഗാവസ്ഥയിൽ കൂടെ കടന്നുപോയവരെ യേശുവും അപ്പോസ്തലന്മാരും സൗഖ്യം പ്രദാനം ചെയ്ത് അവരെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ, തകർച്ചയിൽ കൂടെ കടന്നുപോയവരെ യേശുവും അപ്പോസ്തലന്മാരും വിടുതൽ കൊടുത്ത് അവരെ നല്ലൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നതുപോലെ, ഇന്നെ കേൾക്കുന്ന നിങ്ങളുടെ അവസ്ഥകൾക്കും സ്വർഗത്തിലെ പിതാവ് അനുഗ്രഹം തന്നിരിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ വ്യക്തമായി ഓർപ്പിക്കുകയാണ്. ദൈവം നമ്മെ വിളിച്ചു എന്നതിൻ്റെ തെളിവെന്താണ്? യെശയ്യാവിൻ്റെ പുസ്തകം 45 അധ്യായം 3 വാക്യത്തിൽ പറയുന്നു, നിന്നെ പേർ ചൊല്ലി വിളിക്കുന്ന ഞാൻ യഹോവ, ഇസ്രായേലിൻ്റെ ദൈവം തന്നെ എന്ന് നീ അറിയേണ്ടതിന് ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങളെയും മറവിടങ്ങളിലെ ഗുപ്തനിധികളെയും തരും. കോരശ് രാജാവിനോട് പറയാണ്, പേർഷ്യൻ രാജാവായ കോരശിനെ ദൈവം വിളിച്ചിരിക്കുന്നത് യെരുശലേമിൽ ദൈവാലയം പണിയാൻ വേണ്ടിയാണ്, ദൈവമക്കളുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ്. അതിന് സമ്പത്ത് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് ദൈവം ആ വ്യക്തിക്ക്, ആ രാജാവിന് ഉറപ്പ് നൽകുകയാണ്, എടാ ഞാനാ നിന്നെ വിളിച്ചത്. എന്താ? രാജാവ് ചോദിച്ചു, എന്താ അതിന് തെളിവ്? ഞാൻ നിനക്ക് ഇരുട്ടിലെ നിക്ഷേപങ്ങൾ തന്ന് മറവിടത്തിലെ ഗുപ്തനിധികളെ തന്ന് ഞാനത് തെളിയിക്കും. ദൈവമാണ് എന്നെയും നിങ്ങളെയും വിളിച്ചതെങ്കിൽ തീർച്ചയായും ഇരുട്ടിൽ കിടക്കുന്ന നിക്ഷേപങ്ങളെ അവിടുന്ന് നിങ്ങൾക്ക് തരും, മറവിടത്തിലെ ഗുപ്തനിധികളെ അവിടുന്ന് നിങ്ങൾക്ക് നൽകി തരും. അങ്ങനെയാണ് ദൈവം കോരശിന് ആ തെളിവ് കൊടുത്തത്. ഒരു ജാതിക രാജാവായ കോരശിന് ഈ സാമ്പത്തിക അനുഗ്രഹത്തിൽ കൂടെ ദൈവം തെളിവ് കൊടുത്തെങ്കിൽ എനിക്കും നിങ്ങൾക്കും ആ തെളിവ് തരാതിരിക്കുമോ? തീർച്ചയായും ദൈവം നിങ്ങൾക്ക് ആ തെളിവ് തരും. വിശ്വസിക്കുക, ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നതിൻ്റെ തെളിവാണ് ദൈവം നമുക്ക് തരുന്ന ഭൗതിക അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, ദൈവം നമുക്ക് തരുന്ന പ്രോസ്പെരിറ്റി. അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ദൈവത്തിനു മാത്രമേ ഒരാളെ സമ്പന്നനാക്കുവാൻ കഴിയത്തുള്ളൂ, മറ്റാർക്കും ഒരു മനുഷ്യനെയും സമ്പന്നനാക്കുവാൻ കഴിയത്തില്ല. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ ഞാൻ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, സാത്താൻ ഒരുവനെ പോലും സമ്പന്നനാക്കിയിട്ടില്ല. കാരണം സാത്താൻ പരമ ദരിദ്രനാണ്, ഒരു വകയുമില്ലാത്തവനാണ്. അവൻ എങ്ങനെ മറ്റുള്ളവനെ സമ്പന്നനാക്കുവാൻ കഴിയും? എന്നാൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപ്പാട് പുസ്തകം വരെ പഠിക്കുമ്പോൾ ദൈവം അനേകരെ സമ്പന്നരാക്കിയെന്ന് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. സദൃശ്യവാക്യം 10 അധ്യായം 22 വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല. യഹോവയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് സമ്പത്തുണ്ടാകുന്നത്. ദൈവമാണ് നിന്നെ വിളിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് സാമ്പത്തിക അനുഗ്രഹം. ദൈവം തീർച്ചയായും നിങ്ങളെ സാമ്പത്തികമായി അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. ദൈവത്തിന് മാത്രമേ സമ്പത്ത് തരുവാൻ കഴിയത്തുള്ളൂ. യഹോവയുടെ അനുഗ്രഹത്താൽ മാത്രമാണ് സമ്പത്തുണ്ടാകുന്നത്. അധ്വാനത്താലോ സാത്താൻ്റെ ശക്തിയാലോ നമുക്കൊരിക്കലും സമ്പത്തുണ്ടാകത്തില്ല എന്ന് തന്നെയാണ് ദൈവവചനം പറയുന്നത്. യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു, അധ്വാനത്താൽ അതിനോടൊന്നും കൂടുന്നില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. ആവർത്തന പുസ്തകം 8 അധ്യായം 18 വാക്യം വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാനുള്ള ശക്തി തരുന്നത്. ഇസ്രായേൽ മക്കളോട് ദൈവം തൻ്റെ ഉടമ്പടി ഉറപ്പിക്കുകയാണ്. നിന്റെ പിതാക്കന്മാരോട് ചെയ്ത നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന്. ആ നിയമം പോലും ദൈവം അബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും പിതാക്കന്മാർക്കും മോശയ്ക്കും കൊടുത്ത നിയമം ഉറപ്പിക്കുന്നത് എങ്ങനെന്നറിയാമോ? സമ്പത്ത് നൽകിയാണ്. ആവർത്തന പുസ്തകം 8:18 നിന്റെ ദൈവമായ യഹോവയെ നീ ഓർക്കണം, നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത തൻ്റെ നിയമം ഇന്നുള്ളതുപോലെ ഉറപ്പിക്കേണ്ടതിന് അവനല്ലോ നിനക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി തരുന്നത്. തുടർന്നുള്ള വാക്യത്തിലൊക്കെ വായിക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശദീകരണം നമുക്ക് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ മാത്രമാണ് സമ്പത്തുണ്ടാകുന്നത്. ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നതിൻ്റെ ഉറപ്പാണ് സാമ്പത്തിക അനുഗ്രഹം. ദൈവം തൻ്റെ നിയമം, നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തിൻ്റെ നമ്മുടെ പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ ഉറപ്പിക്കുന്നത് സാമ്പത്തിക അനുഗ്രഹം നൽകിയാണ്. ആവർത്തന പുസ്തകം 8:18 അങ്ങനെ തന്നെയാണ് പറയുന്നത്. തൻ്റെ നിയമത്തെ ഉറപ്പിക്കുന്നത് സമ്പത്തുണ്ടാക്കാനുള്ള ശക്തി തന്നുകൊണ്ടാണ്. ദൈവം നമ്മുടെ ഉയർച്ചയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ആവർത്തന പുസ്തകം 15 അധ്യായം 6 വാക്യത്തിൽ പറയുന്നു, നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ അനുഗ്രഹിക്കുന്നതുകൊണ്ട് നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കും, എന്നാൽ നീ വായ്പ വാങ്ങുകയില്ല. നീ അനേക ജാതികളെ ഭരിക്കും, എന്നാൽ അവർ നിന്നെ ഭരിക്കയില്ല. ദൈവം നമ്മോട് വാഗ്ദത്തം ഉറപ്പിക്കുന്നത് സമ്പത്ത് നൽകിക്കൊണ്ടാണ്. ഈ വാക്യത്തിൽ പറയുന്നത് നീ വായ്പ വാങ്ങണമെന്നല്ല, വായ്പ കൊടുക്കണമെന്നാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമക്കൾ വായ്പ വാങ്ങുന്നത്, ദൈവത്തിൻ്റെ ശുശ്രൂഷകർ വായ്പ വാങ്ങുന്നത്
അത് ദൈവത്തിൻ്റെ ഹിതപ്രകാരമല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് ഉണ്ടാകുമ്പോൾ നാം വായ്പ വാങ്ങുന്നവരല്ല, കൊടുക്കുന്നവരാണ്. ദാരിദ്ര്യത്തിൽ കൂടെ കടന്നു പോകുന്നവരല്ല, ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുന്നവരാണ്. ദൈവത്തിൻ്റെ സമൃദ്ധിയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ, ദൈവത്തിൻ്റെ സമ്പന്നതയിൽ ജീവിക്കുന്നവർക്ക് മാത്രമേ വായ്പ കൊടുക്കാൻ കഴിയത്തുള്ളൂ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് വാഗ്ദത്തം ചെയ്തതുപോലെ നിന്നെ നിന്നെ അനുഗ്രഹിക്കുന്നത് കൊണ്ട് നീ അനേക ജാതികൾക്ക് വായ്പ കൊടുക്കുന്നവനാണ്. ദൈവത്തിൻ്റെ അനുഗ്രഹം വായ്പ വാങ്ങുന്നതല്ല, വായ്പ കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ വായ്പ വാങ്ങുന്നെങ്കിൽ ഈ വാക്യം വിളിച്ചു പറയണം, ഞാൻ വായ്പ വാങ്ങില്ല, കൊടുക്കുന്നവനാണ്. ഇന്നത്തെ ബുദ്ധിമുട്ടുകൾ മാറുവാൻ നാം ഒരുപക്ഷെ വായ്പ വാങ്ങുന്നവരായിരിക്കാം. വിഷമിക്കണ്ട. ആ വായ്പ വാങ്ങുമ്പോഴും നിങ്ങൾ വിളിച്ചു പറയണം, എൻ്റെ ദൈവമായ യഹോവ എന്നോട് വാഗ്ദത്തം ചെയ്തതുപോലെ എന്നെ അനുഗ്രഹിക്കുമ്പോൾ ഞാൻ വായ്പ കൊടുക്കും. ഇന്ന് ഞാൻ വായ്പ വാങ്ങിച്ചവരല്ല, ഞാൻ വായ്പ കൊടുക്കുന്നവനായി എൻ്റെ ദൈവം എന്നെ ഉയർത്തും. ദൈവത്തിൻ്റെ അനുഗ്രഹം എന്നിൽ വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ പ്രോസ്പെരിറ്റി എന്നിൽ വെളിപ്പെടുമ്പോൾ ഞാൻ വായ്പ വാങ്ങുന്നവനല്ല, കൊടുക്കുന്നവനായി മാറും. ഒന്ന് വിശ്വസിക്കുക, ദൈവം നിന്നെ വായ്പ വാങ്ങുന്നവനല്ല ആക്കുന്നത്, വായ്പ കൊടുക്കുന്നവനാക്കി ഉയർത്തുന്ന ദൈവമാണ്. വിശ്വസിക്കുക, ദൈവം നമ്മുടെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന സർവശക്തനാണ്. അവിടുന്ന് നമ്മുടെ ഉയർച്ചയിൽ പ്രസാദിക്കുന്ന സർവശക്തനാണ്. അവിടുന്ന് നിങ്ങൾക്ക് തരുന്ന അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയർന്നു വരുമ്പോൾ ആ ഉയർച്ചയിലാണ് ദൈവത്തിന് പ്രസാദമുണ്ടാകുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യത്തിൽ പറയുന്നു, അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. അതിൻ്റെ 7-ാമത്തെ വാക്യം, അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. എങ്ങനെയാണ് ദൈവം വസിക്കുന്ന ആലയമാകുന്ന നമ്മുടെ ശരീരത്തെ മഹത്വപ്പെടുത്തുന്നത്? ഇവിടെ യെരൂശലേം ദൈവാലയത്തെ മഹത്വപ്പെടുത്തുന്ന ചരിത്രമാണ്, ഇസ്രായേലിനെ മഹത്വപ്പെടുത്തുന്ന ചരിത്രമാണ് വിശദീകരിക്കുന്നതെങ്കിലും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പ്രിയരെ, ദൈവം നമ്മെ എങ്ങനെയാണ് മഹത്വപ്പെടുത്തുന്നത്? അപ്പോൾ നീ കണ്ടു ശോഭിക്കും, നിന്റെ ഹൃദയം പിടച്ചു വികസിക്കും, സമുദ്രത്തിൻ്റെ ധനം നിന്റെ അടുക്കൽ ചേരും, ജാതികളുടെ സമ്പത്ത് നിന്റെ അടുക്കൽ വരും. അങ്ങനെ ഞാൻ എൻ്റെ മഹത്വമുള്ള ആലയത്തെ മഹത്വപ്പെടുത്തും. ദൈവം നമ്മെ സാമ്പത്തികമായി അനുഗ്രഹിച്ച് സമ്പൽ സമൃദ്ധി നമുക്ക് തന്ന് ഈ ശരീരമാകുന്ന ആലയത്തെ, ദൈവം വസിക്കുന്ന ഇടമായ, ദൈവം വസിക്കുന്ന ഭവനമാകുന്ന ഈ ആലയത്തെ, ദൈവത്തിൻ്റെ പാദസ്ഥാനത്തെ ദൈവം മഹത്വപ്പെടുത്തും. അതിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അങ്ങനെ ഞാൻ എൻ്റെ പാദസ്ഥാനത്തെ മഹത്വീകരിക്കും. ദൈവം നമ്മെ മഹത്വപ്പെടുത്തുന്നത് തൻ്റെ പ്രോസ്പെരിറ്റി നമ്മളിലേക്ക് കൈമാറിയാണ്. ഇത് നിങ്ങൾ വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെന്ന നിലയിൽ, ദൈവം മക്കളെന്ന നിലയിൽ, സാമൂഹിക ജീവി എന്ന നിലയിൽ പലവിധ അനുഭവത്തിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകേണ്ടി വരാം. എന്നാൽ കഷ്ടങ്ങളല്ല നമുക്ക് നിത്യമായി തുടർന്നു നിൽക്കുന്നത്, നൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങളാണ്. എന്നാൽ അതിനെ നമ്മൾ ജയിക്കും. ദൈവം നമ്മെ ജയിപ്പിക്കും. ഇന്നുള്ള പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ എല്ലാം ദൈവം മാറ്റിത്തരും, നമുക്കൊരു ഉയർച്ച തരും. ദൈവം പറഞ്ഞ വചനം നിങ്ങൾ വിശ്വസിക്കുക. ഈ വാക്യങ്ങളെല്ലാം എഴുതിയെടുത്തതിന് ശേഷം ഇത് വിശ്വസിക്കുക. മനസ്സിൻ്റെ ഉള്ളിൽ കയറിപ്പറ്റിയിരിക്കുന്ന ഇല്ലായ്മകളെയും ദാരിദ്ര്യങ്ങളെയും കഷ്ടങ്ങളെയെല്ലാം ഈ വാക്യത്തിൻ്റെ ശക്തിയാൽ പുറത്താക്കുക. ദൈവം തൻ്റെ ദാസൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവ മഹത്വമുള്ളവനെന്ന് എല്ലാവരും പറയട്ടെ. 35-ാം സങ്കീർത്തനം 27-ാം വാക്യത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്കൊരിക്കൽ കൂടി പറഞ്ഞ് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കാം. തൻ്റെ ദാസൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവയ്ക്ക് ആരാധന, മഹത്വം. തൻ്റെ ദാസൻ്റെ പ്രോസ്പെരിറ്റിയിൽ പ്രസാദിക്കുന്ന യഹോവയുടെ ഏകപ്രത്യക്ഷതയായ യേശുക്രിസ്തുവിന് ആരാധന, മഹത്വം. ദൈവത്തിൻ്റെ നാമം എന്നും എന്നേക്കും മഹത്വപ്പെടട്ടെ.